ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് വിത്ത് എ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ എറ എന്നുള്ള ചാപ്റ്ററാണ്. അതായത് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1600-1700 കാലഘട്ടത്തിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്നു. ആ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച വ്യക്തികളെക്കുറിച്ചും അവർ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ട്, അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉയർന്നു വന്ന ദേശീയ ബോധം, നാഷണലിസം, തിങ്കിങ് ഓഫ് നാഷണലിസം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വായിക്കാം. ഇറ്റ് വാസ് AD 1612 to 16. എ ഡേ ഇൻ സൂററ്റ്, ബെനിയ മാൻ വാസ് ഡെഡ്. സൂററ്റിലെ ഒരു ദിവസം AD 1612 1616 കാലഘട്ടം ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. സൂററ്റ് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിൽ ബനിയ വിഭാഗം. നമ്മുടെ ഇവിടെ ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ, ഓരോ ജാതിക്കും ഓരോ മതങ്ങൾക്കും ഓരോ വിഭാഗങ്ങളുണ്ട്. അങ്ങനെ അവിടെയുള്ള ഒരു വിഭാഗമാണ് ബനിയ. ആ ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ദ ബോഡി ഈസ് ബീങ് carried away for cremation to the burial ground. അതായത് ശവശരീരം ദഹിപ്പിക്കാൻ വേണ്ടി, അതായത് ക്രിമേഷന് വേണ്ടിയിട്ട് ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ബ്യൂരിയൽ ഗ്രൗണ്ട്, ശ്മശാനം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അക്കമ്പനി ദ ഫ്യൂണറൽ പ്രൊസഷൻ. നൂറുകണക്കിന് ആളുകൾ ഈ ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ഫ്യൂണറൽ പ്രൊസഷൻ മീൻസ് ശവമഞ്ചം. വൈഫ് ഓഫ് ദ ഡിസീസ്ഡ് ഈസ് അക്കമ്പനീഡ് ബൈ റിലേറ്റീവ്സ് ആൻഡ് മെയ്ഡ്. വൈഫ് ഓഫ് ദ ഡിസീസ്ഡ് മീൻസ് പരേതൻ, മരിച്ചുപോയ ആൾ, മരിച്ചുപോയയുടെ ആ ആളുടെ ഭാര്യ ബന്ധുക്കളുടെയും തോഴികളുടെയും കൂടെ അയാളെ അനുഗമിച്ചു പോകുന്നു. ഷീ ഹാസ് പുട്ട് ഓൺ ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഓർണമെൻറ്റ്സ് ആസ് ഇഫ് ഷീ ഈസ് അബൌട്ട് ടു എൻ്റർ ദ ബ്രൈഡൽ ചേംബർ. വിവാഹ മണ്ഡപത്തിലേക്ക് എന്ന പോലെയാണ് ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നത്. ദ ഡെഡ് ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഫ്യൂണറൽ പയർ. പയർ മീൻസ് ചിത. ചിതയുടെ മുകളിൽ ഡെഡ് ബോഡി പ്ലേസ് വെച്ചു. ഷീ സർക്കിൾസ് ദ പയർ 3 times ആൻഡ് സിറ്റ്സ് ഓൺ ഇറ്റ്. അവൾ ആ പയറിനെ, അല്ലെങ്കിൽ ആ ചിതയെ 3 തവണ ചുറ്റി വലം വെച്ചു. ആൻഡ് സിറ്റ്സ് ഓൺ ഇറ്റ്, അതിനകത്ത് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. പ്ലേസിങ് ഹെയർ ഹസ്ബൻഡ്സ് ഹെഡ് ഓൺ ഹെയർ ലാപ്പ്. 3 വട്ടം വലം വെച്ച് ചിതയിൽ കയറിയിരുന്നിട്ട് ഭർത്താവിൻ്റെ ശിരസ്, തല അവളുടെ മടിയിൽ വെച്ചു. ഓക്കെ. ഷീ ഈസ് ഗോയിങ് ടു അക്കമ്പനി ഹെർ ഹസ്ബൻഡ് ടു ദ അതർ വേൾഡ്. ദാറ്റ് വാസ് ദ ബിലീഫ്. അതായത് ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോവുകയാണ്, അതാണ് വിശ്വാസം. ദാറ്റ് വാസ് ദ ബിലീഫ്. ഫയർവുഡ് ഈസ് പ്ലേസ്ഡ് അറൗണ്ട് ഹെയർ. കത്തിക്കാനുള്ള വിറക് കൊള്ളികളും ഉണങ്ങിയ വിറകും എല്ലാം അവളുടെ ചുറ്റും വെച്ചു. ഗീ, ഓയിൽ ആൻഡ് പെർഫ്യൂംസ് ആർ ഷോവേഡ് ഓവർ ഹെയർ ആൻഡ് ദ പയർ ഈസ് ലിറ്റ്. അവളുടെ ചുറ്റും നെയ്യും എണ്ണയും എല്ലാം, സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം അവൾക്കും മുകളിൽ വർഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ചിതയ്ക്ക് തീ കൊളുത്തി. She was not more than 10 years old and had not even lived with her husband. Still, she as a wife was burned alive in the fire. 10 വയസ്സിലധികം പോലും പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ ആ ചിതയിൽ എരിഞ്ഞു തീരുകയാണ്. അതായത് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം, ഒരു അനാചാരം ഉണ്ടായിരുന്നു. ആ അനാചാരത്തെക്കുറിച്ചാണ് വില്യം ഫോസ്റ്റർ ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സതി എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചുപോയ ഭാര്യ ഭർത്താവിനോടുകൂടെ ചിതയിൽ എരിഞ്ഞമരണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് സതി. സതിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ സതി, ആൻ ഈവിൾ പ്രാക്ടീസ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് മുകളിൽ വിവരിച്ചിട്ടുള്ളത്. സെവറൽ സച്ച് സോഷ്യൽ ഈവിൾസ് ആൻഡ് പ്രാക്ടീസസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. ഇതുപോലുള്ള ഒരുപാട് ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ക്യാൻ യു നെയിം സം ഓഫ് ദം? അങ്ങനെയുള്ള അനാചാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് ഏതൊക്കെയായിരുന്നു? ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വിവാഹം നടത്തും. ചൈൽഡ് മാരേജ്. നെക്സ്റ്റ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, വിധവ വിവാഹ നിഷേധം. ഭർത്താവ് മരിച്ചുപോയ വിധവയ്ക്ക്
വീണ്ടും വിവാഹം കഴിക്കാൻ നിഷേധിച്ചിരുന്നു. വിധവാ വിവാഹ നിഷേധം, പ്രൊഹിബിഷൻ, നിഷേധിക്കുക. ഓൺ വിഡോ റീമാരേജ്, വിധവകളുടെ പുനർവിവാഹത്തെ നിഷേധിച്ചു. ഹ്യൂമൻ സാക്രിഫൈസ്, നരബലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യരെ ബലി കൊടുക്കുന്നതിനെയാണ് നരബലി എന്ന് പറയുന്നത്. ഹ്യൂമൻ സാക്രിഫൈസ്. ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, പെൺ ശിശുഹത്യ, അതായത് ആൺകുട്ടികളെ മാത്രം ഇഷ്ടമുള്ള ആളുകൾ, പെൺകുട്ടികൾ ഒരു ബാധ്യതയാണെന്ന് കരുതുന്ന ആളുകൾ പെൺകുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ കൊല്ലും, വധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ലേവറി, അടിമത്തം. Several reform movements came up in the 19th century to fight against these evil practices. അപ്പോൾ ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ 19-ാം നൂറ്റാണ്ടോടുകൂടി ഒരുപാട് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതായത് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ഉയർന്നു വന്നു. സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ് ലെഡ് ടു ദീസ് റീഫോം മൂവ്മെൻറ്റ്സ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും യുക്തിചിന്തയുമാണ് ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ ബോധത്തിന് പ്രേരകമായത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും റാഷണൽ തിങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുക്തിചിന്തയുമാണ് നമുക്ക് ഇങ്ങനെയുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹ്യ ബോധത്തിനും അടിത്തറയായത്. ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഈവിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, freedom of women, spread of education and a sense of pride on Indian culture were the common features of these movements. അതായത് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം, അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഈവിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്. ഫ്രീഡം ഓഫ് വുമൺ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം. ആൻഡ് എ സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനം, പ്രൈഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പൊതു സ്വഭാവങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ മനുഷ്യനിലും വന്നതോടുകൂടിയാണ് ഇന്ത്യക്ക് ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്. Let us familiarize with the important reform movements and leaders who initiated them. നമുക്ക് ഈ അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ തുടക്കം കുറിച്ച കുറച്ച് പ്രസ്ഥാനങ്ങളെയും കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ജനിച്ചത് ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയ്, who gained Western education, strongly condemned the evil practices like sati and child marriage that prevailed in India. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആളാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായിട്ട് എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് രാജാറാം മോഹൻ റോയ്. ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സതി പെർസുവേഡഡ് ലോർഡ് വില്യം ബെൻഡിക്, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതി. സതി അബോളിഷ് ചെയ്യാൻ, നിർത്തലാക്കാൻ. അബോളിഷ് സതി മീൻസ് നിരോധിക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനമായത് രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളാണ്. സതി നിരോധിച്ചത് ആരാണ്? അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ്. അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിരോധിച്ചത്, അബോളിഷ് സതി. പക്ഷേ അതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. ഹി ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് ദ മെസ്സേജ് ദാറ്റ് ദ ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദ സെയിം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി, ആശയങ്ങൾ മീൻസ് ഐഡിയോളജി, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ബ്രഹ്മസമാജം എന്ന ഒരു പ്രസ്ഥാനം ഫൗണ്ട് ചെയ്തു. ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ബ്രഹ്മസമാജ്. എന്തിനു വേണ്ടി? ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി. അതിലൂടെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദ സെയിം, എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ഒരു പൊതു സന്ദേശമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ബ്രഹ്മസമാജത്തിലൂടെ രാജാറാം മോഹൻ റോയ് പറഞ്ഞു, ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദ സെയിം, എല്ലാ മതങ്ങളും ഒന്നാണ്. ഹീ സ്ട്രോങ്ലി ബിലീവ്ഡ് കാസ്റ്റ് സിസ്റ്റം ടു ബി ദ മേജർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അദ്ദേഹം വിശ്വസിച്ച മറ്റൊരു കാര്യമാണ് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ജാതി സമ്പ്രദായം,
കാസ്റ്റ് സിസ്റ്റം മീൻസ് ജാതി സമ്പ്രദായം. ആ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി, അതായത് അനൈക്യത്തിൻ്റെ ഉറവിടം. ഡിസ്പാരിറ്റി മീൻസ് അനൈക്യം, ഐക്യമില്ലായ്മയുടെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് സിസ്റ്റമാണ്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് ഈസ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഹു അറ്റാക്ക്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടംഡ് ഐഡൽ വർഷിപ്പ്. അദ്ദേഹവും എന്തു ചെയ്തു? ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്തു. ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്ത ഒരു നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ടു ഡിസിമിനേറ്റ് ഹിസ് ഐഡിയോളജി ഹി ഫൗണ്ടഡ് ആര്യ സമാജ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? ആര്യ സമാജ്, ആര്യ സമാജം. ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗോ ബാക്ക് ടു വേദാസ് മീൻസ് വേദങ്ങളിലേക്ക് മടങ്ങുക. 4 വേദങ്ങളാണ് നമുക്കുള്ളത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. 4 വേദങ്ങളാണ് നമുക്കുള്ളത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ് ഈസ് ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെ കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അതായത് ജ്യോതിറാവ് ഫുലെ ജാതി വ്യവസ്ഥയെ എതിർത്തു, എല്ലാവരെയും പോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്തു. അതേപോലെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു എന്ത് കാര്യം? വിഡോ റീമാരേജ്. വിഡോ റീമാരേജ്, വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. He argued that free and compulsory education should be provided to children up to 12 years and gave primary concern to the education of the weaker section and women. അദ്ദേഹം ഒരു കാര്യം കൂടി വാദിച്ചു. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഏത് പ്രായം വരെ? അപ് ടു 12 ഇയേഴ്സ്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകണമെന്നും പ്രൈമറി കൺസേൺ, അതിന് പ്രാഥമിക ഒരു പരിഗണന കൊടുക്കേണ്ടത് വീക്കർ സെക്ഷൻ ആൻഡ് വുമൺ, അധസ്ഥിത വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. ഏറ്റവും ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ്? വീക്കർ സെക്ഷൻ, അധസ്ഥിത വിഭാഗങ്ങൾക്കും വുമൺ, സ്ത്രീകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫോർ ദീസ് പർപ്പസസ് ഹി ഫൗണ്ടഡ് സത്യശോധക സമാജ്. അദ്ദേഹത്തിൻ്റെ ഈ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക സമാജ്. സത്യശോധക സമാജ് സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫുലെ. നെക്സ്റ്റ് ഈസ് പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് വുമൺ. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പണ്ഡിത രമാഭായ് സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായ്. ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഇനീക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ ആൻഡ് വർക്ക്ഡ് ടയർലെസ്ലി ഫോർ വുമൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ എംപവർമെൻറ്റ് ഓഫ് വിഡോസ്. വിധവകളുടെ ഉന്നമനത്തിനു വേണ്ടി, എംപവർമെൻറ്റ് ഓഫ് വിഡോസ് മീൻസ് വിധവകളുടെ ഉന്നമനത്തിനു വേണ്ടി, വുമൺസ് എഡ്യൂക്കേഷൻ സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച ആളാണ് ആര്? പണ്ഡിത രമാഭായ്. ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഇനീക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ. സമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന അവസര അസമത്വം, ഇനീക്വാളിറ്റീസ് മീൻസ് അസമത്വം, പുരുഷനൊപ്പം നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അസമത്വം എന്ന് പറയുന്നത്, സ്ത്രീയുടെ അസമത്വം എന്ന് പറയുന്നത്. ആ അസമത്വത്തിനെതിരെയും പണ്ഡിത രമാഭായി വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ലെഡ് ദ മൂവ്മെൻറ്റ് ഫോർ ദ സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസിനിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മോഡേൺ എഡ്യൂക്കേഷൻ, അതായത് ആധുനിക വിദ്യാഭ്യാസം എമംഗ് മുസ്ലിംസിന് ഇടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം കൊടുത്ത ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഹി എസ്റ്റാബ്ലിഷ്ഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അറ്റ് അലിഗഡ് ദാറ്റ് ലേറ്റർ ബിക്കം ദ ഫേമസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അതിനുവേണ്ടി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അറ്റ് അലിഗഡിലെ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അദ്ദേഹം
സ്ഥാപിച്ചു. അത് പിന്നീട് ദാറ്റ് ലേറ്റർ ബിക്കെയിം ദ ഫേമസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സർവകലാശാലയായി ആ കോളേജ് മാറി. One of his remarks on the Hindu-Muslim unity is given below. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച്, ഹിന്ദു മുസ്ലിം യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്ത് ദ എയർ ഓഫ് ഇന്ത്യ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും രണ്ടുപേരും ഇന്ത്യയുടെ വായു ശ്വസിക്കുന്നു. ഡ്രിങ്ക് ദ വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന. ഗംഗയിലെയും യമുനയിലെയും ജലം അവർ പാനം ചെയ്യുന്നു. വി ബോത്ത് ഫീഡ് അപ്പോൺ ദ പ്രൊഡക്ട്സ് ഓഫ് ദ ഇന്ത്യൻ സോയിൽ. ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇവർ രണ്ടുപേരും കഴിക്കുന്നു. വി ആർ ടുഗെദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവിതത്തിലും മരണത്തിലും ഈ ഹിന്ദുവും മുസ്ലിമും ഒന്നാണ് എന്നാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞു വയ്ക്കുന്നത്. നെക്സ്റ്റ് സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ബംഗാളിൽ തന്നെയാണ്. സ്വാമി വിവേകാനന്ദ ഫോട്ട് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഇനീക്വാളിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ. ജാതീയ ഉച്ചനീചത്വങ്ങൾ എതിർത്തു. അതായത് ജാതി വ്യവസ്ഥയെ എതിർത്ത ആളാണ് സ്വാമി വിവേകാനന്ദൻ. അതേപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ, അതായത് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. He gave emphasis to the universal brotherhood and remarked. അദ്ദേഹം യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതായത് വിശ്വസാഹോദര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദ. അതിനൊരു എക്സാമ്പിളാണ് അദ്ദേഹം ചിക്കാഗോയിൽ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ അമേരിക്കയിൽ വെച്ചിട്ട് അമേരിക്കയിലുള്ള ആളുകളെ നോക്കി എൻ്റെ അമേരിക്കൻ സഹോദരി സഹോദരങ്ങളെ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് അന്ന് ആ പ്രസംഗത്തിൽ. അത് വളരെയധികം ഫേമസ് ആവുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം വിശ്വസാഹോദര്യത്തിന് എല്ലാവരും എൻ്റെ സഹോദരിയും സഹോദരനുമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് സ്വാമി വിവേകാനന്ദനുള്ളത്. ഫോർ അവർ ഓൺ മദർ ലാൻഡ് എ ജംഗ്ഷൻ ഓഫ് ദ ടു ഗ്രേറ്റ് സിസ്റ്റം ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ഈസ് ദ ഓൺലി ഹോപ്പ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മഹത്തായ രണ്ട് വ്യവസ്ഥിതികളാണ് ഹൈന്ദവതയും ഇസ്ലാമികതയും. അത് രണ്ടും കൂടി ചേരുന്നതാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഫോർ അവർ ഓൺ മദർ ലാൻഡ് എ ജംഗ്ഷൻ ഓഫ് ദ ടു ഗ്രേറ്റ് സിസ്റ്റം. നമ്മുടെ മദർ ലാൻഡിന്, അതായത് നമ്മുടെ ഇന്ത്യക്ക് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ഈസ് ദ ഓൺലി ഹോപ്പ്. അതായത് ഇസ്ലാമികതയും ഹൈന്ദവതയും തമ്മിലുള്ള കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഹോപ്പ് മീൻസ് പ്രതീക്ഷ. ഹി വാസ് ദ ഡിസിപ്പിൾ ഓഫ് ശ്രീ രാമകൃഷ്ണ പരമഹംസ. അദ്ദേഹം സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്ന അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്നു. ഡിസിപ്പിൾ മീൻസ് ശിഷ്യൻ. ഹി ഫൗണ്ടഡ് ദ രാമകൃഷ്ണ മിഷൻ ടു പ്രൊപ്പഗേറ്റ് ദ ടീച്ചിങ്സ് ഓഫ് ഹിസ് മാസ്റ്റർ. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചു. ടു പ്രൊപ്പഗേറ്റ് ദ ടീച്ചിങ് ഓഫ് ഹിസ് മാസ്റ്റർ, അതായത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ അതാരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസ. അദ്ദേഹത്തിൻ്റെ മാസ്റ്ററായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ടീച്ചിങ്സ് പ്രസിദ്ധപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിന് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഈ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചു. ദ മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾ ഓവർ ഇന്ത്യ. ഇന്ന് ആ മിഷൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുടനീളമുണ്ട്. He played an important role in awakening the nationalist feeling and self-respect among Indians. ഇന്ത്യക്കാരിൽ ദേശീയബോധം, നാഷണലിസ്റ്റ് ഫീലിംഗ് മീൻസ് ദേശീയബോധം, സെൽഫ് റെസ്പെക്റ്റ് ആത്മാഭിമാനം, നമുക്ക് തന്നെ ഒരു അഭിമാനം, ഇന്ത്യയെ ഓർത്ത് നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നുക. ഇന്ത്യക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ബോധം ഉണർത്തുന്നതിന് വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ പരമഹംസരല്ല രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്, സ്വാമി വിവേകാനന്ദനാണ്. ആ കാര്യം മറന്നു പോകരുത്. ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഓർഗനൈസേഷൻസ് മേജർ ആക്ടിവിറ്റീസ്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. നവോത്ഥാന നായകരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ്? സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷനാണ്. നെക്സ്റ്റ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓർഗനൈസേഷൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, പിന്നീട് അത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി മാറി. പണ്ഡിത രമാഭായ്
രമാബായി സ്ഥാപിച്ച സംഘടന ഓർഗനൈസേഷൻ ഏതാണ്? ആര്യ മഹിളാ സഭ. ജ്യോതിറാവ് ഫുലെ സ്ഥാപിച്ച ഓർഗനൈസേഷൻ സത്യശോധക സമാജ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഓർഗനൈസേഷൻ ആര്യ സമാജം. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഓർഗനൈസേഷൻ ഏതായിരുന്നു? ബ്രഹ്മസമാജം. ഇതിൻ്റെ എല്ലാം മേജർ ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, താങ്ക് യു.